ഹായ്, ഈ കാണുന്ന പാൻഡ പിക്ചർ മാത്രമല്ല, ഇതൊരു പെൻ ഹോൾഡറാണ്. അതുപോലെ തന്നെ ഓർഗനൈസറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അധികം വലിച്ചു കിട്ടുന്നില്ല. ഒരു ചാർട്ട് എടുക്കുക, ഇതുപോലെ പാൻഡയുടെ പിക്ചർ വരച്ചു കൊടുക്കുക. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സൊക്കെ എടുത്ത് വരച്ചത്. സംഭവം ശരിയായി വന്നു. വേറൊരു പരിപാടിയില്ല. ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു. പാൻഡ വരയ്ക്കാമെന്ന് വെച്ചാൽ ഒരുപാട് കളർ കോമ്പിനേഷൻ വേണ്ടല്ലോ. വൈറ്റ് ചാർട്ടാണ്, ബ്ലാക്ക് കളർ മതി. ആ എളുപ്പത്തിനാട്ടോ അത് തന്നെ സെലക്ട് ചെയ്തത്. വെട്ടി വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ അധികം കലാപരിപാടികളൊന്നുമില്ല. ഒരു ചാർട്ട് എടുക്കുക, അതേപോലെ ഇതിലോട്ട് വരച്ചു കൊടുക്കുക, വെട്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ എലിയറിൻ്റെ പോലെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ കണ്ണ് ടേപ്പ് 4 ചുറ്റും ഒട്ടിച്ചെടുത്താൽ ഒരു ഫിനിഷിങ് കിട്ടും. നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന ചാർട്ട് പേപ്പർ എടുത്ത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വേറെ കുറച്ച് കാർഡ്ബോർഡും കൂടി ഞാൻ എടുത്തു കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ 4 ചുറ്റും ഞാൻ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ടൊരു വൈറ്റ് കളർ ചാർട്ട് എടുത്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഞാൻ സ്പ്രേ പെയിൻറ്റാണ് ചെയ്തത്. സ്പ്രേ പെയിൻറ്റ് അല്ലെങ്കിൽ മറ്റേ പെയിൻറ്റ് കൊടുത്താലും മതി. പിന്നെ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന പാൻഡ ഉണ്ടല്ലോ, അതെടുത്ത് അതിന് നമുക്കിഷ്ടാനുസരണം പെയിൻറ്റ് കൊടുക്കാം. കണ്ണിന് ചുറ്റും, ചെവിക്കും, പിന്നെ ഒരു റൗണ്ടായിട്ട് മുഖത്തിനും ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബോക്സിലേക്ക് ഈ പാൻഡേനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ ആ ചെറിയ വശമുള്ള ഭാഗമായിട്ടോ ചൂസ് ചെയ്തത്. ബോർഡിന് ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തത്. 2 കോട്ടിങ് കൊടുത്തു കേട്ടോ, നല്ലൊരു കളർ വരാനായിട്ട്. വേണമെങ്കിൽ ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം, കാരണം വലുതായതുകൊണ്ട് പെൻ ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. 4 ആയിട്ട് തിരിച്ചിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.